ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. NHS എന്നാണ് കേട്ടോ, അതായത് നട്ട്സ്, ഹൈഡ്രേഷൻ, അതോടൊപ്പം തന്നെ സ്കിൻ കെയർ. ഭയങ്കര ഈസി ആയിട്ടുള്ള 3 സ്റ്റെപ്സ് ആണ്. നിങ്ങൾ NHS എന്നൊക്കെ വിചാരിക്കുമ്പം, അല്ലെങ്കിൽ ഞാൻ പറയുമ്പം ഇതെന്താ ടേം പുതുതാണല്ലോ എന്നൊക്കെ വിചാരിക്കും. ഇത് പുതുതൊന്നുമല്ല, എല്ലാവരും പണ്ട് മുതലേ ട്രൈ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്കുള്ള മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും കേട്ടോ. നമ്മൾ സ്കിൻ കെയറിനൊക്കെ വേണ്ടിയിട്ട് പല പ്രകൃതിദത്തം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും പരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ റൈറ്റ് വേയിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് എഫക്റ്റ് കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു ബെനഫിറ്റിന് പകരം നേരെ മറിച്ച് ഡിഫക്റ്റ് ആയിരിക്കും നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് നട്ട്സ് ആണ്. നട്ട്സ് ഒക്കെ കഴിച്ചാൽ നമുക്കറിയാം നമ്മുടെ സ്കിന്നിന് ധാരാളം ബെനഫിറ്റ്സ് കിട്ടും. അത് നമ്മുടെ സ്കിന്നിന് മാത്രമല്ല, നമ്മുടെ ബ്രെയിൻ, അതോടൊപ്പം തന്നെ അങ്ങനെ കുറേ അധികം ബെനഫിറ്റ്സ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നതാണ്. ഇനിയിപ്പം നട്ട്സ് മാത്രമല്ല, നമ്മളിപ്പം നല്ല ഫ്രൂട്ട്സ് കഴിക്കുക, അതോടൊപ്പം തന്നെ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും ഫുഡും ഐറ്റംസ് ഒക്കെ നമ്മൾ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും. പിന്നെ omega 3 ഫാറ്റി ആസിഡ് ഒക്കെ ഇൻക്ലൂഡ് അല്ലെങ്കിൽ അടങ്ങിയിട്ടുള്ള മീനുകളും അങ്ങനത്തെ ഫുഡ് ഐറ്റംസിൽ നമ്മൾ നല്ല രീതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ചേഞ്ച് നമ്മുടെ ബോഡിയിലും അതോടൊപ്പം തന്നെ സ്കിന്നിലും കൊണ്ടുവരാൻ പറ്റും. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ. ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മളിപ്പം എന്താ പറയുക, ബോഡി ലോഷൻസ് അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഹൈഡ്രേഷൻ, ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ എന്നൊക്കെ പറഞ്ഞ് മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യും. നമ്മൾ അതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. പക്ഷെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് എല്ലാവർക്കും പറ്റുന്ന ഒരു വേ എന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കുക. അതായത് പെർ ഡേ നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് വേണ്ട അത്രത്തോളം വാട്ടർ നമ്മൾ കുടിക്കുകയാണെങ്കിൽ നല്ലൊരു ഹൈഡ്രേഷൻ, നല്ല രീതിക്ക് നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആൻഡ് പ്ലംബി ആൻഡ് യങ് ആയിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റും. എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ കാലത്തല്ല, ഇപ്പോഴത്തെ കാലം എന്നല്ല, എപ്പോൾ നോക്കിയാലും ഒട്ടുമിക്ക ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് പ്രീമച്വർ ഏജ്. അവനവനുള്ള ഏജിനെക്കാട്ടിലും കൂടുതൽ ഏജ് തോന്നുക, നമുക്കുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഏജ് തോന്നുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ് അല്ലേ. അതിനൊക്കെ ഒരു സൊല്യൂഷനാണ് ഈ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഈ വെള്ളം കുടിക്കുന്ന വഴി നമുക്ക് ആ ഒരു പ്രീമച്വർ ഏജിങ്, അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പല ഡാമേജസും നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ആ ഒരു ബോഡിയൊക്കെ നല്ല രീതിക്ക് സെറ്റ് ആവാനൊക്കെ ഈ ഹൈഡ്രേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്ത് ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ഹൈഡ്രേഷൻ പോലുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്. അല്ലാണ്ട് നമ്മൾ ഓവറായിട്ട് അങ്ങനെ നമ്മൾ പൈസ മുടക്കുന്നതിനെക്കാട്ടിലും നമ്മൾ നോർമലി നമ്മുടെ ബോഡിയിലേക്ക് ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതല്ലേ. അതും നോർമൽ വാട്ടർ ആണ്, വെറും പച്ചവെള്ളം കൊണ്ടിട്ട് നമുക്ക് ഇത്രയും ബെനിഫിറ്റ് കിട്ടുമെങ്കിൽ അത് നമുക്ക് ഡെയിലി നമ്മുടെ സ്കിന്നിലേക്ക് പരീക്ഷിക്കാവുന്ന ഒന്നാണ് അല്ലേ. സ്കിൻ ഗ്ലോ മാത്രമല്ല, ഡ്രൈനെസ് പ്രിവെന്റ് ചെയ്യും. നമ്മുടെ ബോഡിയിൽ അടങ്ങിയിട്ടുള്ള കുറേ അധികം ടോക്സിക് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് പുറം തള്ളാൻ വേണ്ടി, റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മളെ വാട്ടർ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ സ്കിൻ കെയർ. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ പല സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ച് നമ്മുടെ ഫേസിൽ ക്ലെൻസർ, ടോണിങ് അല്ലെങ്കിൽ സിറംസ് യൂസ് ചെയ്യാറുണ്ട്, മോയ്സ്ചറൈസർ, ഇങ്ങനെയൊക്കെ നമ്മൾ പല പല സ്റ്റെപ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ക്ലെൻസർ ഒക്കെ യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ ഒരു ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നേരെ പോയി ഡ്രൈ സ്കിന്നുകാരുടെ പ്രൊഡക്റ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് എക്സാക്റ്റ് വേണ്ട ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല. സോ അവനവൻ്റെ സ്കിൻ ടൈപ്സ് അനുസരിച്ചിട്ട് നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ പ്രോപ്പർ ഇപ്പം ഹോം റെമഡീസ് ഒക്കെ യൂസ് ചെയ്താൽ നമുക്ക് കുറച്ചധികം ബെനിഫിറ്റ്സ് കിട്ടും. ഇപ്പോൾ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓറഞ്ച് പൗഡറൊക്കെ ഇല്ലേ, അതായത് പീൽ പൗഡറൊക്കെ നമുക്ക് തൈരിൽ അല്ലെങ്കിൽ റോസ് വാട്ടറിൽ, ഇനിയിപ്പോൾ നോർമൽ നല്ല പുളിപ്പുള്ള തൈരൊക്കെ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെയാണ് നോർമലി ടാനൊക്കെ കൂടുതൽ അടിക്കുക. ആ ഒരു ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് പയറുപൊടി അല്ലെങ്കിൽ കടലമാവൊക്കെ വെച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ട് സ്കിൻ കെയർ ചെയ്യാം. നിങ്ങളൊരു ഓയിലി സ്കിന്നുകാരാണെങ്കിൽ കടലപ്പൊടിയിൽ കുറച്ച് നമ്മൾ വാട്ടറും കൂടി മിക്സപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ഓവറും കൂടെ ചെയ്തിട്ട് ജെന്റലി മസാജ് ഓവറും കൂടെ ചെയ്ത് നമ്മുടെ ഫേസ് നല്ല രീതിക്ക് വാഷ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ സ്കിന്നിന് പറ്റിയൊരു ക്ലെൻസറാണ് കേട്ടോ. അതേപോലെ തന്നെ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ അവർക്ക് മറ്റുള്ള സ്കിൻ ടൈപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അവരുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് എക്സ്ട്രീം ഡ്രൈ ആവും. അപ്പോൾ അവർക്ക് കൂടുതൽ ഹൈഡ്രേഷൻ വേണം. അപ്പോൾ അവർ ഹൈഡ്രേഷൻ റിച്ച് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, ഹൈലറോണിക് ആസിഡ് അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ സ്കിൻ ടൈപ്പ്, അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഇച്ചിങ്, ഇറിറ്റേഷൻസ്, ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ ചില ഇൻഗ്രീഡിയൻസ് അവരുടെ സ്കിന്നിന് മാച്ച് ആയെന്ന് വരില്ല. അതിൻ്റെ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കാണുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കാണുകയാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം.
അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചില്ലേ, അതുകൊണ്ട് ഇത് ഞാൻ യൂസ് ചെയ്യുന്ന വാശി പിടിച്ച് അങ്ങനെയൊന്നും നിങ്ങൾ ചൂസ് ചെയ്തേക്കരുത് പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിഫക്റ്റ് കാണുകയാണെങ്കിൽ അത് അപ്പം തന്നെ അപ്പാടെ നിർത്തി വെക്കുക. അതാണ് സ്കിൻ കെയർ ചെയ്യുമ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം. പിന്നെ എപ്പോഴും നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ട് പ്രോഡക്റ്റ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ സൺസ്ക്രീൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കുക, അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ചില സൺസ്ക്രീൻ എന്നൊക്കെ പറയുന്നത് 2 hours വരെയുള്ളൂ മാക്സിമം അതിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ ആ 2 hours കഴിയുമ്പോൾ വീണ്ടും വീണ്ടും റീഅപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ മാറ്റിഫൈങ് സൺസ്ക്രീൻസും അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് അറിയാം മേക്കപ്പിൻ്റെ പ്രൊഡക്റ്റ് ഒക്കെ സ്പ്രേ ഔട്ട് ഒക്കെ ചെയ്ത് കൊടുക്കാൻ വരുന്ന പല ടൈപ്സിലുള്ള സൺസ്ക്രീൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന നല്ല സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ NHS എന്ന് പറഞ്ഞ ഈ 3 സ്റ്റെപ്പ്. നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ആർക്കും പോകാമെന്നുള്ളൂ, വലിയ ക്യാഷ് ചിലവോ ഉള്ള കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ.